നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം വേണ്ടിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോളാറിൻ്റെ കാലത്ത് പോലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അന്ന് സിദ്ദിഖ് എൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്നു. അത് മറിയാമ്മയോട് ചോദിച്ചാൽ പറയും, ചാണ്ടു എല്ലാവരും കള്ളക്കളിയാണ് കളിച്ചത്. കാരണം ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനിറങ്ങിയാൽ തങ്ങളുടെ ഇമേജ് തകർന്നു വീഴുമോ എന്നുള്ള പേടി കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഇമേജ് തകരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒളിച്ചു കളിച്ചു. അന്ന് ആ വിഴുപ്പ് ഭാണ്ഡം ചുവക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആളല്ല, പക്ഷെ അന്ന് ഞാൻ ന്യായത്തോടൊപ്പം നിന്നു. അതുപോലെ തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എപ്പോഴും പറയും, അന്ന് ഞങ്ങളുടെ ഒരു ക്രൈസിസ് വന്ന കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഞങ്ങളോടൊപ്പം നിന്നത്. ചാണ്ടിയുമ്മനും പറയും, ആ കുടുംബത്തിലെ എല്ലാവരും പറയും. അതാരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ ചെയ്തത്. കാരണം ഉമ്മൻചാണ്ടി തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. ഇന്നലെ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യം ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷേ അയാൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമോ? VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡിലുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ്സായി കാണാൻ പറ്റില്ല. KC വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റി എത്രയോ ആളുകൾ ഒരു അക്ഷരം വേണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാൻഡ് വേണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആൾ പോയിരിക്കുകയാണ്. പേരിൻ്റെ പേരും പറഞ്ഞ്, ജാതിപ്പേരും പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയമാണ്, സോഷ്യൽ മീഡിയ ഭയമാണ്. നാളെ എന്തെങ്കിലും പ്രതികരിച്ചാൽ പൊങ്കാല ഇടുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ആ പൊങ്കാലയെ ഭയപ്പെടാത്ത ഒരാളാണ് ഞാൻ. എല്ലാ കാലവും ഞാൻ സത്യം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിവാദമൊക്കെ കെട്ടടങ്ങും. നമുക്കറിയാം, എത്രയോ തവണ നമ്മൾ ഈ വിവാദം കണ്ടിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ ഒരു അപശബ്ദം പോലും ഉണ്ടാവില്ല. 3-4 ദിവസം ആളുകളൊക്കെ തെരുവിലൊക്കെ ഇത് കാണിക്കുന്നതല്ലാതെ കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരാൾ പോലും ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കണ്ട. മാത്രമല്ല, പിണറായി വിജയൻ വ്യക്തിപൂജ നടത്തി കേരള സമൂഹം ഒരു ദുരന്തം നേരിട്ട് കണ്ടതാണ്. കാരണഭൂതൻ, ക്യാപ്റ്റൻ, അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ തിരുവാതിര കളിച്ചു. അപ്പോൾ വ്യക്തികളല്ല പ്രധാനം, പാർട്ടിയാണ്, സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ തെരുവിലെ പ്രകടനം അവസാനിപ്പിക്കണം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല.
അയാൾ ടീം UDF നയിച്ച ഒരാളാണ്. അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട്. അതുപോലെ അർഹത ഒരു കാലത്ത് കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ അഴിമതികൾ മുഴുവൻ തുറന്നു കാട്ടി അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റ് MLA ഭൂരിപക്ഷം ഉണ്ടായിട്ട് തന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന രമേശിനും അദ്ദേഹത്തിൻ്റെ വാദവങ്ങൾ ഹൈക്കമാൻഡ് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP ആയിരുന്നു. അയാളെ ആരെ വിളിച്ച് ആലപ്പുഴയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച്? അയാൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ KC വേണുഗോപാലിനെ ആലപ്പുഴയെ വിളിച്ചുകൊണ്ട് വന്ന് മത്സരിപ്പിച്ചത് അയാളല്ലാതെ വേറെ ആരും ജയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ്. അയാളല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോയേനെ. മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ MLA മത്സരിപ്പിക്കരുതെന്ന് ഞാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അന്ന് KC വേണുഗോപാൽ ആലപ്പുഴ MLA ആണ്. അന്ന് KV തോമസ് എറണാകുളം MLA ആണ്. K സുധാകരൻ കണ്ണൂർ MLA ആണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി. ആലപ്പുഴയിൽ അദ്ദേഹം എൻ്റെ പേരാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല എനിക്ക് പാലക്കാടാണ് തന്നെ, ഞാൻ പാലക്കാട് പോകില്ലെന്ന് പറഞ്ഞു. അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആലപ്പുഴ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് KPC പ്രസിഡന്റ് നിലപാടൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതൊരു പാർട്ടിയാണ്, ഇതൊരു മുന്നണിയാണ്. മുന്നണിക്കകത്തുള്ള ഞാൻ ചോദിക്കട്ടെ, MLA കണ്ടതിന് ശേഷം എന്തിനാണ് ലീഗിനെ അവർ വിളിച്ചത്? എന്തിനാണ് ഈ ടീമിൽ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചത്? അവർക്ക് അഭിപ്രായമാകാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മുന്നണി സംവിധാനത്തിൽ സതീശനോടൊപ്പം ഒരു ടീമായി പ്രവർത്തിച്ച എല്ലാവരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതികൾ തിരിച്ചു പോയത്. അവിടെ ചെന്നവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വിവരം അറിയവർ. അതുകൊണ്ട് MLA എത്ര പേര് ആർക്ക് വേണ്ടി പറഞ്ഞു? ടീം UDF ലീഗ്, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ RSP, അതുപോലെ ഒറ്റ പാർട്ടിയുടെ നേതാക്കന്മാർ ആർക്ക് വേണ്ടി പറഞ്ഞു? ഇതൊക്കെ കൃത്യമായി അവരോട് പറയും. പിന്നെ സീനിയർ നേതാക്കന്മാരുമായിട്ട് അവർ ബന്ധപ്പെടത്തില്ലേ? ഇവിടെ തന്നെ AK ആൻ്റണി ഉണ്ട്, VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്. മാത്രമല്ല സാമൂഹ്യ സംഘടനകളുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ബന്ധമില്ലേ? വയനാട്ടിലെ MP ആയിരുന്നു അദ്ദേഹം. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP ആണ്. സോഷ്യൽ ഓർഗനൈസേഷനുമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ലേ? ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടാണോ അവർ തീരുമാനമെടുക്കാൻ പോകുന്നത്? അവർ കേരളത്തിലെ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടേ ഒരു തീരുമാനമെടുക്കൂ. ആ തീരുമാനം നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇനി തെരുവിലിറങ്ങി ഏതെങ്കിലും ഒരു നേതാവിനെ, അത് VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, KC വേണുഗോപാലാകട്ടെ, ഇക്കണക്കിന് KC വേണുഗോപാലിൻ്റെ ആ ഫ്ലെക്സിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് മരിച്ചു കീറത്തില്ലേ? അപ്പോൾ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ട് ആ കളി വേണ്ട. ഇതൊരു വിഭാഗീയതയുടെ കളിയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയലാണ്. കേരളത്തിലെ മുഴുവൻ ആളുകളും UDF ജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് ഈ വിജയം. ഈ വിജയത്തിൽ മാധ്യമപ്രവർത്തകർക്കും റോളുണ്ട്. അവരും അവരുടെ അഭിപ്രായം പറയും. അതിനകത്ത് അവർക്കിഷ്ടമുള്ള അഭിപ്രായം പറയുമ്പം ആർക്കും ചൊറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരെ ചൊറിയേണ്ട കാര്യമില്ല. അവരാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധത, ധാർഷ്ട്യം, ധിക്കാരം, കെടുകാര്യസ്ഥത, അഴിമതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കിയതിൽ അവർക്കുള്ള പങ്കൊക്കെ അനിഷേധ്യമാണ്. അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പെടാനാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, സകല കോൺഗ്രസ്സുകാരോടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാം. പക്ഷെ തെരുവിലെ കളി, ആ കളി അപകടമാണ്. അത് അവസാനിപ്പിക്കണം. ആർക്കു വേണ്ടിയും തെരുവിൽ ഇത്തരം പ്രകടനങ്ങൾ പാടില്ല. അല്ല, ജനങ്ങളുടെ റോൾ എന്താണ്? ജനങ്ങളുടെ റോള് MLA തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. MLA എന്തിനാണ് അവർ തിരഞ്ഞെടുക്കാൻ പോയത്? അപ്പോൾ MLA തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം മമതാ ബാനർജി പറയുന്നു
എന്നെ അല്ല തോൽപ്പിച്ചത്, BJP തോൽപ്പിച്ചു. പക്ഷെ ഞാൻ രാജിവെക്കില്ല. അപ്പോൾ സ്വതസുധാന ശൈലി ആഞ്ഞടിക്കായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം 3 പേർക്കും വേണ്ടി വാദിക്കുന്നുണ്ട്, ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. അതേസമയം ഒരു പക്ഷം പിടിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ലീഗിനോട് എന്താണ് വിരട്ടുവർത്താനം പറഞ്ഞ മാത്യു കുഴൽനാടൻ അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന പണിയാണ് കാണിക്കുന്നത്. മാത്യു കുഴൽനാടനെ കഷ്ടമായി തള്ളി പറയുന്നുണ്ട്. പക്ഷേ ബാക്കി 3 നേതാക്കൾക്കൊപ്പമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.